എന്താണ് ടെസ്റ്റോസ്ട്രോൺ? ഈ ടെസ്റ്റോസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ പുരുഷന്മാർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണോ? അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ ഈ ടെസ്റ്റോസ്ട്രോണിൻ്റെ റോൾ എന്താണ്? എന്തൊക്കെയാണ് ഇതിൽ മാറ്റങ്ങൾ വരുത്തുന്നത്? ഈ ടെസ്റ്റോസ്ട്രോൺ എന്ന് പറയുന്നത് പ്രായം കൂടുന്തോറും കുറയാനുള്ള ചാൻസസ് ഉണ്ടോ? അതോ ചെറുപ്പക്കാരിലും ഒരേപോലെ ഈ ഒരു പ്രശ്നം ഉണ്ടാകാൻ, അതായത് ടെസ്റ്റോസ്ട്രോൺ അളവ് കുറയാനുള്ള ചാൻസസ് ഉണ്ടോ? ടെസ്റ്റോസ്ട്രോണ് കുറയാനുള്ള കാരണങ്ങൾ എന്താണ്? അതായത് ഇപ്പോൾ ചെറുപ്പക്കാരിൽ കുറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്? അത് തടയാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? എന്തൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴായിട്ട് പല ആളുകളും ചോദിക്കുന്നതാണ്. അപ്പം ഇതിനുള്ള ഉത്തരങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സറൂവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല. ടെസ്റ്റോസ്ട്രോൺ എന്ന് പറയുന്നത് ഒരു പുരുഷ ഹോർമോണാണ്. അപ്പോൾ പുരുഷന്മാരുടെ ശരീരത്തിൽ എന്താണ് ശരിക്കും ടെസ്റ്റോസ്ട്രോൺ ചെയ്യണമെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മസിൽ ബിൽഡ് ചെയ്യാണ്, അല്ലെങ്കിൽ അതേപോലെ തന്നെ അവരുടെ ശരീരത്തിൽ എല്ലിൻ്റെ ഡെൻസിറ്റി കൂട്ടാൻ, അതായത് നല്ല സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഓസ്റ്റിയോപൊറോസിസ് ആണ്. ഡെൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ടാകും. വെറുതെ ഒന്ന് വീണിട്ടുള്ളൂ, അപ്പോഴേക്കും എല്ല് പൊടിഞ്ഞു അല്ലെങ്കിൽ എല്ല് മുറിഞ്ഞു, നിൽക്കുന്നിടത്ത് നിന്ന് വീണുപോയി. ഇങ്ങനത്തെ അവസ്ഥകൾ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ ടെസ്റ്റോസ്ട്രോൺ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പുരുഷന്മാരിൽ സെക്സ് ഡ്രൈവ്, അതായത് ലൈംഗികപരമായിട്ടുള്ള താല്പര്യം, ഉദ്ധാരണം, അതേപോലെ ഇപ്പോൾ കുട്ടികൾ ഉണ്ടാവാനുള്ള സ്പേമിൻ്റെ, അതായത് ബീജത്തിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ, അതിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടൊക്കെ ആവശ്യമുള്ള ഒരു ഹോർമോണാണ് ടെസ്റ്റോസ്ട്രോൺ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ മാനസികപരമായിട്ടുള്ള നമ്മളുടെ മൂഡ്സിനൊക്കെ സെറ്റ് ചെയ്യാനും ഈ ടെസ്റ്റോസ്ട്രോണിന് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളുണ്ട്. അപ്പം ഇത് എപ്പോഴുമുള്ളൊരു സംശയമാണ്, പ്രായം കൂടുന്തോറും സെക്സ് ഡ്രൈവ് കുറയുന്നത് ടെസ്റ്റോസ്ട്രോണിൻ്റെ കുറവ് കൊണ്ടാണോ? അതായത് പ്രായം കൂടുതൽ വരുന്ന ആളുകൾ, അല്ലെങ്കിൽ പ്രായം ഒട്ടായില്ലേ അതുകൊണ്ട് ഇനി ടെസ്റ്റോസ്ട്രോൺ കുറഞ്ഞതാണോ? അല്ലെങ്കിൽ സാധാരണക്കാരിൽ, ചെറുപ്പക്കാരിൽ ഈ ഒരു ടെസ്റ്റോസ്ട്രോണിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലേ എന്നുള്ള കൺഫ്യൂഷൻ. പക്ഷെ അങ്ങനെയല്ല, എല്ലാവർക്കും ടെസ്റ്റോസ്ട്രോൺ കുറയാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളെ ലൈഫ് സ്റ്റൈൽ ഞാൻ ഈ പറയുന്ന രീതിയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൽ പറയാനുള്ളത്, ടെസ്റ്റോസ്ട്രോൺ എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിൽ കുറവായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നമ്മളുടെ ലൈഫ് സ്റ്റൈലിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. അതിൽ ആദ്യം തന്നെ പറയാനുള്ളത് നമ്മൾ ഉറക്കമാണ്. നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ ലേറ്റായിട്ട് ഉറങ്ങുക, അല്ലെങ്കിൽ പെട്ടെന്ന് എണീറ്റ് പിന്നെ പോകേണ്ടി വരിക എന്നുള്ള അവസ്ഥ വരാറുണ്ട്. അപ്പോൾ രാത്രിയുള്ള ഈ ഉറക്കം 6 to 7 hours നല്ല ഡീപ്പായിട്ട് ഉറങ്ങുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങളെ ബോഡിയിൽ കറക്റ്റായിട്ട് ടെസ്റ്റോസ്ട്രോണിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നുള്ളൂ. അപ്പം ഈ ഒരു സംഭവം, അതായത് രാത്രി ലേറ്റ് നൈറ്റായിട്ട് പാർട്ടി ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആൽക്കഹോൾ കഴിക്കുന്ന ഒരാൾ, സ്മോക്ക് ചെയ്യുന്ന ഒരാൾ, നല്ല രീതിയിൽ കഫീൻ കഴിക്കുന്ന ഒരാളൊക്കെ ഈ ഒരു ടെസ്റ്റോസ്ട്രോൺ പ്രൊഡക്ഷൻ അവിടെ ഭയങ്കരമായിട്ട് എഫക്റ്റഡ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ ചില രോഗങ്ങൾ വരികയാണെങ്കിലും ഇത്തരം ടെസ്റ്റോസ്ട്രോണിൻ്റെ കംപ്ലീറ്റ് പ്രൊഡക്ഷൻ ബാധിക്കാറുണ്ട്. അപ്പം ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയാനുള്ളത്, ടെസ്റ്റോസ്ട്രോൺ കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണക്കുറവൊക്കെ വരികയാണെങ്കിൽ ചില പേഷ്യൻസ് ആദ്യം തന്നെ ടെസ്റ്റോസ്ട്രോൺ പോയിട്ട് ചെക്ക് ചെയ്തിട്ടാണ് വരിക, ഇതിൽ കുറവുണ്ടോ കൂടുതലുണ്ടോ എന്നൊക്കെ ഉള്ളതിൽ. അപ്പോൾ ഇതിൽ ബേസിക് ആയിട്ട് പറയാനുള്ളത്, ടെസ്റ്റോസ്ട്രോൺ കുറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡി നമുക്ക് തന്നെ പല രീതിയിലുള്ള വാർണിംഗ് സൈൻസ് തരും. ഫസ്റ്റുള്ള കുറച്ച് സൈൻസ് എന്ന് പറയുന്നത്, എപ്പോഴും ഭയങ്കര ക്ഷീണമാണ്, എന്തെന്നില്ലാത്ത ക്ഷീണം, ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോഴേക്കും ഭയങ്കര ക്ഷീണിക്കുന്ന ഒരവസ്ഥ വരിക. അതേപോലെ മസിൽ മാസ് ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്തിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നു, ഇപ്പം ഇങ്ങനെ മസിൽ ശോഷിച്ച് വരികയാണ്, മെലിഞ്ഞ് വരികയാണ്, പഴയ ആ ഒരു ബിൽഡപ്പ് ഒന്നും ശരീരത്തിന് കിട്ടുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ ടെസ്റ്റോസ്ട്രോൺ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ സമയക്കുറവ് വരികയാണ്, ഉദാഹരണക്കുറവ് വരികയാണെങ്കിലും ഈ ഒരു ബാക്കിയുള്ള കേസസ് ഒക്കെ ഉണ്ടെങ്കിൽ ടെസ്റ്റോസ്ട്രോൺ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ കൊഴുപ്പ് അവിടെയും ഇവിടെയും വല്ലാണ്ട് അടഞ്ഞു കൂടുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യക്കുറവ് വരുന്നുണ്ട്. ചില ആളുകളിൽ ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. അതായത് സ്ത്രീകളിലെ പോലെ തന്നെ അവർക്ക് മാറിടം കുറച്ചും കൂടെ വലുതായി അവരുടെ നിപ്പിൾസിൻ്റെ ഭാഗമൊക്കെ കുറച്ചും കൂടെ ഒരു സ്ത്രീകളുടെ പോലെ തന്നെ, അതായത് ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്ന ഒരവസ്ഥ. അതേപോലെ ഈ ആളുകൾക്ക് പലപ്പോഴായിട്ട് അവരുടെ ശരീരത്തിലൊക്കെ രോമം കുറവായിരിക്കും. അതായത് പണ്ട് നല്ല രോമം ഉണ്ടായിരുന്നു, ഇപ്പോൾ രോമം കുറച്ച് കുറവായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ശരീര രോമങ്ങൾ കേട്ടോ പ്രത്യേകമായിട്ട് പറയാനുള്ളത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റോസ്ട്രോണിൻ്റെ കുറവ് ഇവിടെ വലിയൊരു ഫാക്ടറായിട്ട് കാണാവുന്നതാണ്. അപ്പം ഇതിൽ പറയാനുള്ളത്, ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഇപ്പം മുടി കൊഴിയുന്നുണ്ട് അല്ലെങ്കിൽ താടി കൊഴിയുന്നുണ്ട്,
അത് ടെസ്റ്റോസ്ട്രോൺ കൊണ്ടാണോ അല്ലെങ്കിൽ അത് ഹോർമോൺ കൊണ്ടല്ലേ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇതിൽ പറയാനുള്ളത് ഈ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ബോഡി ഹെയർസ് എഫക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ തലയുടേതാണെങ്കിലും നിങ്ങളുടെ താടിയുടേതാണെങ്കിലും ആ ഒരു തിന്നിങ്, അതായത് നമ്മുടെ മുടിയൊക്കെ നല്ല തിന്നായിപ്പോയി, നല്ല മെലിഞ്ഞു പോയി, നല്ല കട്ടിയുള്ള മുടി, മെലിഞ്ഞ മുടി നിങ്ങൾക്ക് കണ്ടാൽ വേഗം മനസ്സിലാവുമല്ലോ. അതായത് ഈ മെലിഞ്ഞ മുടി പെട്ടെന്ന് പൊട്ടിപ്പോവാനും പെട്ടെന്ന് ഊരിപ്പോവാനൊക്കെ ചാൻസസ് കൂടുതലാണ്. അപ്പം ഈ ടെസ്റ്റോസ്ട്രോൺ കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി പെട്ടെന്ന് മെലിഞ്ഞ് അത് പെട്ടെന്ന് പോരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ടെസ്റ്റോസ്ട്രോൺ കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പം കുറവാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ എന്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ളത് പ്രോട്ടീൻ നല്ല രീതിയിൽ കഴിക്കുക. പ്രത്യേകിച്ച് മുട്ടയാണെങ്കിലും പാലാണെങ്കിലും പൾസസ് ആണെങ്കിലും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ പറയാനുള്ളതാണ് സിങ്ക് കൂടുതലുള്ള ഭക്ഷണങ്ങൾ, അതായത് നമ്മളുടെ പംകിൻ സീഡ്, വാൾനട്ട്, അതേപോലെ നമ്മളുടെ കശുവണ്ടി ഒക്കെ ഇതിൽ വളരെ റിച്ചാണ്. ഫ്ലേക്ക് സീഡ്സ്, ചിയ സീഡ്സ് ഒക്കെ omega-3 ഫാറ്റി ആസിഡ്സിൽ റിച്ചാണ്. അതും ഇതേപോലെ നിങ്ങളുടെ ഉദാഹരണക്കുറവിന് അല്ലെങ്കിൽ അതായത് നിങ്ങളുടെ ഈ ടെസ്റ്റോസ്ട്രോണിൻ്റെ ഇംപ്രൂവ്മെൻറ്റിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതേപോലെ മറ്റൊന്നാണ് വൈറ്റമിൻ ഡി. അത് ഒന്നെങ്കിൽ നിങ്ങൾ വെയിൽ കൊള്ളുക, അതായത് 11 to 3 ഇടയിലുള്ള വെയിൽ കൊള്ളുക, അല്ലെങ്കിൽ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ചില ഭക്ഷണങ്ങളിൽ അവർ ആർട്ടിഫിഷ്യലി സപ്ലിമെൻ്റ് ചെയ്യുന്ന വൈറ്റമിൻ ഡി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ പറയാനുള്ളതാണ് ഹെൽത്തി ഫാറ്റ്സ് കഴിക്കുക എന്നുള്ളത്. അതായത് ഒലീവ്, അവക്കാഡോ പോലെയുള്ള സാധനങ്ങൾ, ഒലിവ് ഓയിലൊക്കെ പോലെയുള്ളത് നിങ്ങളുടെ ബോഡിയിലുള്ള ഓക്സിഡേഷൻ കുറയ്ക്കാനും ആൻറ്റി ഓക്സിഡൻസ് ആയിട്ട് നിങ്ങളുടെ ബോഡീനെ നല്ല രീതിയിൽ ഡീടോക്സിഫൈ ചെയ്യാനും ഈ ഒരു ടെസ്റ്റോസ്ട്രോൺ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഇതിൽ മറ്റൊരു ചോദ്യമുണ്ട്, എക്സസൈസ് എന്ന് പറയുന്നത് ടെസ്റ്റോസ്ട്രോണിനെ ബാധിക്കാറുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതിൽ പറയാനുള്ളത് എക്സസൈസ്, പ്രത്യേകിച്ച് വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് അല്ലെങ്കിൽ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട്സ് നിങ്ങളുടെ ശരീരത്തിൽ ടെസ്റ്റോസ്ട്രോണിൻ്റെ ഉൽപ്പാദനം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നേരെ മറിച്ച് നിങ്ങൾ ഒരിടത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഇരുന്ന് എപ്പോഴും ഒരേ പൊസിഷനിലാണ്, നിങ്ങൾക്ക് അധികം വ്യായാമങ്ങളില്ല, നിങ്ങളുടെ ശരീരം അധികം ഇളകുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ അവിടെ ടെസ്റ്റോസ്ട്രോണിൻ്റെ പ്രൊഡക്ഷൻ കുറയാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകം പറയാനുള്ളത്, നിങ്ങളുടെ ശരീരത്തിൽ ടെസ്റ്റോസ്ട്രോണിൻ്റെ അളവ് വളരെ നോർമൽ ആയിട്ടാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളത് ആ ഒരു എനർജിയാണ്. എന്തിനും എനർജറ്റിക് ആയിട്ട്, എന്തിനും ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റോസ്ട്രോൺ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ പറയാനുള്ളതാണ് മസിൽ മാസ് ഇമ്പ്രൂവ് ചെയ്യാൻ, അതേപോലെ ഹാർട്ടിൻ്റെ ഹെൽത്ത്, അതായത് ഇപ്പം നിങ്ങളിത് കേട്ടിട്ടുണ്ടാവും, ഇപ്പം ഈ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴായിട്ട് നിങ്ങളുടെ ശരീരത്തിലുള്ള അതായത് ഇപ്പം നിങ്ങൾക്ക് ഉദാഹരണക്കുറവുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു വലിയ സൂചന എന്താണ്, അത് അവിടെയുള്ള നിങ്ങളുടെ ബ്ലഡ് വെസൽസ് ബ്ലോക്ക് ആയിട്ട് ഉണ്ടായിരിക്കാം. അപ്പം ഇൻഡയറക്ട്ലി നാളെ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ടിന് ഇഷ്യൂസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ കറക്റ്റായിട്ടുള്ള ഒരു ബ്ലഡ് റെഗുലേഷൻ കൊണ്ടുവരാനും നിങ്ങളുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനും ഈ ഒരു ടെസ്റ്റോസ്ട്രോൺ ഹോർമോൺ വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ടെസ്റ്റോസ്ട്രോൺ കുറവുണ്ട് അല്ലെങ്കിൽ കുറവുണ്ടോ എന്ന കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് തോന്നിയ നേരത്ത് പോയിട്ട് ടെസ്റ്റോസ്ട്രോൺ ചെക്ക് ചെയ്യുകയും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്താണെന്ന് വെച്ചാൽ, ഏർലി മോർണിംഗ് നിങ്ങളുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റോസ്ട്രോൺ ഹൈ ആയിട്ട് നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് 8 മണിക്ക് മുന്നേ, അല്ലെങ്കിൽ ആ ഒരു 7 to 8 മുന്നെയാണ്. രാത്രി ഒരു 11 ശേഷം 7 to 8 മുന്നെയാണ്. അപ്പോൾ എപ്പോഴും പറയാം, നിങ്ങളൊരു രാവിലെ ഏർലി മോർണിംഗ് നിങ്ങൾ പോയി ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ ഏകദേശം കറക്റ്റ് എമൗണ്ട് ഓഫ് ടെസ്റ്റോസ്ട്രോൺ എത്രയാണോ നിങ്ങൾക്ക് ടെസ്റ്റോസ്ട്രോൺ കറക്റ്റായിട്ട് നിൽക്കുന്നത് അതാണ് ആക്ച്വലി നിങ്ങളുടെ ടെസ്റ്റോസ്ട്രോൺ. മറ്റേതെന്ന് പറഞ്ഞാൽ അത് എന്തായാലും കുറഞ്ഞു വരും. ഡേ പോകുന്നോറും ഒരു ദിവസം പ്രോഗ്രസ് ചെയ്യുന്നോറും നിങ്ങളുടെ ശരീരത്തിലെ ടെസ്റ്റോസ്ട്രോൺ കുറഞ്ഞു വരും. അപ്പം ഈ രാവിലത്തെ ടെസ്റ്റോസ്ട്രോൺ ചെക്ക് ചെയ്തിട്ട് അത് നോർമലാണോ അല്ലേ എന്നുള്ളത് നോക്കിയിട്ടാണ് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്. അല്ലാതെ അയ്യോ എനിക്ക് ടെസ്റ്റോസ്ട്രോൺ അല്ലാത്ത ടൈമിൽ ചെക്ക് ചെയ്തപ്പോൾ കുറഞ്ഞല്ലോ എന്നുള്ള ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതേ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫോർമേഷൻസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സരോബിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല.